ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് വരകരി കൊണ്ടുള്ള ഒരു കുഴക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് വരകരി ഒരു 250 ഗ്രാം തലേദിവസം രാത്രി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കുതിർന്ന് വരുമ്പോൾ നല്ല വെള്ളം ഒരു 4 പ്രാവശ്യം കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കുക. കുതിർത്താൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് അത് കുറുക്കിയെടുക്കണം. എല്ലാ മാവും അരച്ചെടുത്തിട്ട് വരാം. കുഴക്കട്ടയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ മാവിലിട്ട് ഇളക്കി അരച്ചു. അതിനുശേഷം 2-3 സ്പൂൺ പച്ചത്തേങ്ങ ചേർത്തിയത് മാവിലിട്ട് ഇളക്കിയിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇത് കുറുക്കിയെടുക്കാം. അരയ്ക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പിട്ട് അരച്ചിട്ടുണ്ട് മാവിൽ. നന്നായിട്ട് തിക്കായിട്ട് കുറുക്കിയെടുത്തിട്ട് വരാം. നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തണുത്തിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടി ആവിയിൽ വെച്ചെടുക്കാം. കുക്കറിൽ വെള്ളമൊഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. കുഴക്കട്ട വരകരി കുഴക്കട്ട ഉരുട്ടി വെച്ചിട്ടുണ്ട്. മാവ് കണ്ടി അത് നമുക്ക് വെച്ച് ആവിയിൽ വെച്ചെടുക്കാം. വെന്തെടുത്തതിന് ശേഷം വരകരി കുഴക്കട്ടയ്ക്കുള്ള ചട്നി അരയ്ക്കാൻ പോവാണ്. അതിന് കറുപ്പുഴുന്ന്, ഒരു 6 വെറ്റൽമുളക്, കുറച്ച് കായം. ഇതാദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കണം. അതിനുശേഷം 4 തക്കാളി വെച്ചിട്ടുണ്ട്. അത് ചെറുതാക്കി നുറുക്കി വഴച്ചെടുക്കണം. ഇത് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം, ഉപ്പും ചേർത്ത്. ചട്നിക്കുള്ള സാധനങ്ങൾ വറുത്തെടുക്കാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കായക്കട്ട, കറുത്ത ഉഴുന്ന്, വെറ്റൽമുളക് ഇതായിട്ട് വറുത്ത് ഒരു പ്ലേറ്റിൽ എടുത്ത് വയ്ക്കാം. അതിനുശേഷം തക്കാളിയും കൂടെ വഴറ്റി ഇത് നന്നായി ഒന്ന് പൊടിച്ചതിന് ശേഷം തക്കാളി വഴറ്റിയത് വിട്ട് നന്നായി അരച്ചെടുക്കണം. നന്നായി വറുത്തെടുക്കണം.
വറുത്തത് ഒരു പ്ലേറ്റിലെടുത്ത് വെച്ചിട്ട് ടൊമാറ്റോ വഴറ്റിയെടുക്കുക. നമ്മൾ ഉഴുന്ന് വറുത്ത അതിൽ തന്നെ നമുക്ക് ടൊമാറ്റോവും വഴറ്റി കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. തരച്ചതിന് ശേഷം ടൊമാറ്റോ നന്നായിട്ട് വഴറ്റി വരണം. നന്നായിട്ട് വഴറ്റുക. ഉഴുന്നും മുളകും കായവും കൂടെ വറുത്തത് ആദ്യം ഇടാം മിക്സിയിൽ. അതിന് ശേഷം അതൊന്ന് നൈസായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങയും ടൊമാറ്റോ വഴറ്റിയതും കൂടെ ഇടണം. ഉഴുന്നും മുളകും കായവും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് തേങ്ങ ഇടാം. അതിനുശേഷം ടൊമാറ്റോ വഴറ്റിയത് കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ടൊമാറ്റോ വഴറ്റിയതും കൂടി ഇത് തേങ്ങയും കൂടെ അരന്നിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് അരച്ചെടുക്കാം. ചട്നിക്കും കുഴക്കട്ടയ്ക്കും കടുക് വറുക്കാനായിട്ട് കടുക്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. 2 പച്ചമുളകും കരിവേപ്പിലയും ഈ കടുക് പൊട്ടിയിട്ട് കുറച്ച് ചട്നിക്ക് വെച്ചിട്ട് ബാക്കിയുള്ളത് കുഴക്കട്ടയിൽ താളിച്ചെടുക്കും. ചുവന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ചട്നിക്ക് കടുക് വറുത്തിടാം. രുചികരമായ വരവേരി കൊഴുക്കട്ടയും കപ്പുഴുന്ന് ചട്നിയും റെഡിയായിട്ട് നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. രുചികരമായ വരരിശി അരി കൊഴുക്കട്ടയും കറുപ്പുഴുന്ന് ചട്നിയും റെഡിയായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.